എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ അത് കേൾക്കുന്ന ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ചിട്ട് തികഞ്ഞവരാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതായി മാറുന്നു. അതെ, ഇന്ന് രാത്രിയിലെ ദൈവവചന കേൾവി നിത്യതയുടെ തുറമുഖത്തേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന വചനമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എത്ര പേർ അതിന് ആമേൻ പറയും? ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് ഓർപ്പിക്കുകയാണ്, ഞാൻ ഓർപ്പിച്ച പോലെ ഗലാത്യയിലും പൊന്തോസിലും കപ്പദോക്യയിലും ആസിയയിലും ബിഥുനിയയിലും ഇന്ന് രാത്രി വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളും നാം അറിഞ്ഞിരിക്കേണ്ട 3 വസ്തുതകളാണ്. 3 വസ്തുതകൾ നിങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഒന്ന്, നിങ്ങൾ ആരായിരുന്നു എന്നറിയണം, അല്ല എങ്കിൽ നമ്മുടെ ചരിത്രം എന്തായിരുന്നു എന്നറിയണം. 2, നിങ്ങൾ ഇപ്പോൾ ആരാകുന്നു, നിങ്ങളുടെ വില എന്താ, നിങ്ങളുടെ നില എന്താ, നിങ്ങളുടെ നിലവാരം എന്താ, ക്രിസ്തുവിലുള്ള നിങ്ങളുടെ പൊസിഷൻ എന്താ എന്ന് നിങ്ങൾ അറിയണം. 3, നിങ്ങളെ വിളിച്ച വിളിയുടെ ആത്യന്തിക ഉദ്ദേശം, ദ അൾട്ടിമേറ്റ് എയിം ബിഹൈൻഡ് യുവർ കോളിംഗ്, നിങ്ങളുടെ വിളിയുടെ പിന്നിലെ ആത്യന്തിക ഉദ്ദേശം എന്താണെന്നറിയണം. ഈ 3 തിരിച്ചറിവാണ് ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. യുവർ റോയൽറ്റി എന്നുള്ള ഈ ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ ചരിത്രം അറിയണം. ഇത് പാസ്റ്റർ ഷിബു തോമസിന്റെ കുടുംബ ചരിത്രമല്ല, ഇത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ചരിത്രമല്ല, ഇത് അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ചരിത്രമല്ല, ഇത് മാനവകുലത്തിന്റെ ചരിത്രമാണ്. എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? നിങ്ങൾ അന്ധകാരത്തിലായിരുന്നു. ഈ അന്ധകാരം എന്താണെന്നറിയണം. എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ, ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ പാടുമ്പോൾ, ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നാം അറിയണം നമ്മുടെ ചരിത്രം എന്തായിരുന്നു. ഇരുട്ടിലും അന്ധതമസിലും കിടന്ന നമ്മളെയാ ദൈവം വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്. അത് പറയുമ്പോൾ, അത് പാടുമ്പോൾ എങ്ങനെ നാം സ്തോത്രം ചെയ്യാതിരിക്കും? ഈ പന്തലിലിരിക്കുന്ന സകല സമൂഹത്തോടും ആത്മാവിൽ പറയട്ടെ, എനിക്കും നിങ്ങൾക്കും ഒരു ചരിത്രമുണ്ടായിരുന്നു. ആ ചരിത്രം ആഴമുള്ള കുഴിയുടെ ചരിത്രമാ, അത് കുഴഞ്ഞ ചേറിന്റെ ചരിത്രമാ, അത് പാപത്തിന്റെ ചരിത്രമാ, അത് ബന്ധനത്തിന്റെ ചരിത്രമാ, അത് ശാപത്തിന്റെ ചരിത്രമാ, അത് മരണത്തിന്റെ ചരിത്രമാ, മൊത്തം ഒരു ഇരുട്ടിന്റെ ചരിത്രമായിരുന്നു. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ കിടന്നവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു രാജകീയ സന്തതി എന്ന രീതിയിൽ നാം അറിയപ്പെടുമ്പോൾ, നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വപിതാവായ ആദാമിന്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ, ഏദൻ പരദീസയിൽ ദൈവം കൊടുത്ത അവകാശങ്ങളും അനുഗ്രഹങ്ങളും ദൈവം വാരിച്ചുറ്റിയ തേജസ്സും ദൈവത്തിന്റെ പ്രഭയും കൊണ്ടു നടന്ന ഒരു രാജാവിനെ പോലെ മൃഗങ്ങളുടെ മേൽ, പക്ഷികളുടെ മേൽ, സകലത്തിന്റെ മേലും ആധിപത്യമുണ്ടായിരുന്ന മനുഷ്യൻ പിശാചിന്റെ വാക്കിന് വശംവദമായി തൻ്റെ അധികാരം നഷ്ടപ്പെടുത്തു, തൻ്റെ പുത്രത്വം നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ മകനെ എന്ന ഓമന പേരിൽ വിളിക്കപ്പെട്ടവൻ പാപത്തിന്റെ ദാസനായി മാറി, മൃത്യുമേയിച്ച് പാതാളത്തിലേക്ക് പോകുന്ന മരണഭീതിയുള്ളവനായി മാറി. ജീവവൃക്ഷത്തിന്റെ ഫലത്തിന്റെ അവകാശം നഷ്ടപ്പെട്ട് മുള്ളും പരക്കാലയും പൊട്ടിമുളച്ച ഭൂമിയിൽ വിയർപ്പോടെ അധ്വാനിച്ച് ശാപഗ്രസ്തമായ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നു. പക്ഷേ അവിടെ ഇന്ന് കൊണ്ട് അവസാനിക്കുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി എനിക്ക് വിളിച്ചു പറയുവാനുള്ളത്, ദൈവത്തിന്റെ നീതി വിളിച്ചു പറഞ്ഞു, പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിനോ ആചാരങ്ങൾക്കോ കർമ്മങ്ങൾക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ അല്ലെങ്കിൽ പൗരോഹിത്യത്തിനോ നേർച്ചകൾക്കോ കാഴ്ചകൾക്കോ ഒന്നും നേടിത്തരുവാൻ കഴിയാഞ്ഞ വീണ്ടെടുപ്പ് എനിക്ക് വേണ്ടി നേടിത്തന്നത് എൻ്റെ ദൈവം തൻ്റെ പുത്രനെ ഈ മണ്ണിലേക്ക് മനുഷ്യനായി അയച്ച് എൻ്റെ പാപം തൻ്റെ ചുമലിലേറ്റി കാൽവറിയിൽ എനിക്കായി. ഹല്ലേലൂയ. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ആ ഇരുട്ടിൽ കിടന്നുകൊണ്ട് ദൈവക്രോധത്തിന്റെ ചക്കിൽ വെന്തെരിഞ്ഞപ്പോൾ എന്റെ ഇരുട്ട് മാറി, എനിക്ക് വെളിച്ചം ലഭിച്ചു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇതാ ദൈവം മക്കളെ നമ്മുടെ പഴയ ചരിത്രം. ഹല്ലേലൂയ. പാട്ട് പാടുമ്പോൾ അവസാനത്തെ പാട്ടിന്റെ സമയത്തോ ഡ്രമ്മിന്റെ ഒച്ച കൂടുമ്പോഴോ അല്ല, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. മൂക്കിൽ ജീവശ്വാസമുള്ള സകലരും ഹല്ലേലൂയ ദൈനംദിനം ഓർത്ത് നന്ദി പറയണം. നമ്മുടെ വീണ്ടെടുപ്പിനെ ഓർത്ത്, നമ്മുടെ പുത്രത്വത്തെ ഓർത്ത്, നമ്മുടെ അവകാശത്തെ ഓർത്ത്, നമ്മുടെ സ്വർഗീയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഇന്ന് രാത്രി എത്ര പേർ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും? അതാ നമ്മുടെ പഴയ ചരിത്രം. അല്ലാതെ നമുക്ക് പുകഴാനൊന്നുമില്ല. അപ്പോസ്തലനായ പൗലോസൊക്കെ പറയുന്ന പോലെ, ഇന്ന് രാത്രി ഞാൻ എന്തെങ്കിലും ആകുന്നുണ്ടെങ്കിൽ അത് കൃപയാലാകുന്നു. ആ വാക്ക് ചേർക്കാതെ
ഒരു പേരും നമുക്ക് വേണ്ട, ഒരു പ്രശസ്തിയും വേണ്ട, ഇടത്തും വലത്തുമുള്ള ഡിഗ്രിയോ ഇടത്തും വലത്തുമുള്ള സ്ഥാനമാനങ്ങളോ അല്ല. പൗലോസ് എന്ന അപ്പോസ്തലൻ പറഞ്ഞ പോലെ ഐ ആം വാട്ട് ഐ ആം ഓൺലി ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. എത്ര പേർ കരങ്ങൾ ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ സമ്മതിക്കും, എന്തെങ്കിലും ഞങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ അത് കൃപയാല, ഞങ്ങൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് കൃപയാല, ഞാനാകുന്നത് കൃപയാലാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ ചിന്ത, നിങ്ങൾ ആരാണ് ഇന്നെന്നറിയണം. ഒന്ന്, നിങ്ങൾ അന്ധകാരത്തിലായിരുന്നു, ആ അന്ധകാരം മാറി നിങ്ങളിപ്പോൾ അന്ധകാരത്തിൽ നിന്ന് ഹല്ലേലൂയ നിങ്ങൾ വെളിച്ചത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, അത്ഭുത പ്രകാശം എന്ന അതിൻ്റെ പേര്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇപ്പോൾ നടക്കുന്നത് വെളിച്ചത്തിലാണ്. അവിടെയാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, വി ഹാവ് എ ട്രാൻസ്പെറന്റ് ലൈഫ്. ഒരാൾ വെളിച്ചത്തിൽ നടക്കുമ്പോൾ ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്താണ്, എൻ്റെ മുഖഭാവം എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കാണാൻ പറ്റും. ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്താൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല. ദൈവമക്കളെ, നമ്മൾ വെളിച്ചത്തിലാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ ആരാണെന്ന് ലോകം അറിയും. ഹല്ലേലൂയ. മറയിൽ ഒരു ജീവിതം നമുക്കില്ല, ഒളിച്ചൊരു ജീവിതം നമുക്കില്ല. ഒരു ദൈവവൈദ്യന്റെ ജീവിതം വെളിച്ചത്തിൽ നടക്കുന്ന ജീവിതമാണ്. അവൻ വെളിച്ചത്തിലിരിക്കുന്ന പോലെ നാമും വെളിച്ചത്തിലിരിക്കണം. ഇനി അപ്പോൾ തീരുന്നില്ല, അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു പദവി തന്നിട്ടുണ്ട്. അതാ നമ്മുടെ ചിന്തയോ വിഷയം, അല്ലെങ്കിൽ നമ്മുടെ പ്രമേയം. നിങ്ങൾ ഒരു രാജകീയ പുരോഹിത വർഗമാണ്. വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ യഹൂദാ ഗോത്രത്തിന് തീരെഴുതി കൊടുത്ത രാജകീയത്വം, ഹല്ലേലൂയ, ലേവ്യ ഗോത്രത്തിന് എഴുതി കൊടുത്ത പൗരോഹിത്യം, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് സമ്മേളിക്കുന്ന അധികാരവും ശുശ്രൂഷയും ഒരുമിച്ച് ലഭിച്ച അഭിഷിക്തന്മാരാണ് നമ്മളെന്നറിയണം. അത് ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു കൂട്ടം പേരുടെ ഹല്ലേലൂയ കുത്തവകാശമല്ല. ഈ പന്തലിലിരിക്കുന്ന സകല വിശ്വാസ സമൂഹവും ഇന്ന് രാത്രി തിരിച്ചറിയണം, നമ്മൾ ആരാണ്. അധികാരവും ശുശ്രൂഷയും ഒരുമിച്ച് ലഭിച്ച അഭിഷിക്തന്മാരാണ്. പഴയ ഭക്തന്മാർ ഇന്ന് രാത്രി കുനിഞ്ഞു നോക്കി പറയും, ദൂതന്മാർ കുനിഞ്ഞു നോക്കി പറയും, പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി പറയും, ഞങ്ങൾക്കില്ലാത്തൊരു മഹാഭാഗ്യം ലഭിച്ച ഒരു സമൂഹത്തെ ഇന്ന് രാത്രി കുമ്പനാട് പന്തലിൽ ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത, ഞങ്ങൾ കേട്ടിട്ടില്ലാത്ത അധികാരവും ശുശ്രൂഷയും ഒരുമിച്ച് കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം ഭക്തന്മാരുടെ സംഘത്തിനായി ഇന്ന് രാത്രി സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. രാജത്വവും പൗരോഹിത്വവും. ഒരു സാധാരണ പാസ്റ്റർ കുടുംബത്തിൽ ജനിച്ച, സാധാരണ ഹല്ലേലൂയ ഒരു വീട്ടിൽ ജനിച്ച ഞാൻ രാജാവാണ്, ഞാൻ പുരോഹിതനാണെന്ന് വചനം പറയുമ്പോൾ ദൈവമക്കളെ, നമ്മൾ എങ്ങനെ പാടാതിരിക്കും, നമ്മൾ എങ്ങനെ സ്തോത്രം പറയാതിരിക്കും? ഇന്ന് രാത്രി നമ്മുടെ പിതാക്കന്മാർ ഒന്നുമില്ലാതെ കർത്താവിനെ സേവിക്കുവാൻ ഇറങ്ങി. അവരാരും ഓർത്തില്ല ഇത്രയും പേർ ഈ പന്തലിൽ കൂടുമെന്ന്. അവരാരും ഓർത്തില്ല പ്രസംഗം 3 ഉണ്ടായിരിക്കുമെന്ന്. അവരൊക്കെ സ്വപ്നം കണ്ടത് ആത്മാവിൽ ആരാധിക്കുന്ന ഒരു തലമുറയാണ്. ആ അഭിഷേകമുള്ള, രാജത്വമുള്ള, പൗരത്വമുള്ള അല്ലെ പുരോഹിത വർഗമേ, ഇന്ന് രാത്രി എത്ര പേർ സന്തോഷത്തെ വിളിച്ചു പറയും, ഞങ്ങൾ ദൈവത്തിന്റെ അധികാരമുള്ള, അഭിഷേകമുള്ള, ദൈവത്തിന്റെ അധികാരമുള്ള പൗരോഹിത്യമുള്ളവരാണ്. അപ്പോൾ തന്നെ ഒരു ഓർക്കണം, ഞാൻ ഓർപ്പിച്ചല്ലോ, ഹല്ലേലൂയ, ഹ്യൂമിലിറ്റി, ഹോളിനെസ്, ഹംഗ്രി ഫോർ ഗോഡ്സ് വേർഡ്. ഈ 3 ചിന്തകളൂടെ സമന്വയിപ്പിക്കണം. അധികാര ദുർവിനിയോഗത്തിന്റെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. പുറത്തോട്ടിറങ്ങിയായിട്ട് സമൂഹത്തിലേക്ക് ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി എത്ര പ്രാവശ്യം ഓഫീസിൽ കയറി ഇറങ്ങണം. സമൂഹത്തിന്റെ ശാപമാ. ഹല്ലേലൂയ. അത് കൊച്ചു തല മുതൽ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗർവാണ്. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഹല്ലേലൂയ അഹങ്കാരമാണ്. അധികാരികൾ ഹല്ലേലൂയ അഹങ്കാരത്തോടെ ജീവിക്കുന്ന ഒരു കാലഘട്ടം. ആത്മീക ലോകത്തിലേക്ക് വരുമ്പോൾ അത് പാടില്ല. പ്രൈസ് ദി ലോർഡ്. അധികാരവും ശുശ്രൂഷയും കരുണയാൽ ലഭിച്ചതാണ്. അധികാരവും ശുശ്രൂഷയും വിശുദ്ധന്റെ വിളിക്കൊത്ത ലഭിച്ചതാണ്. ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കാൻ പറയും, കഴിഞ്ഞ 32 വർഷമായി പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ മുട്ടുകുത്തി പറയുന്ന ഒരു പദമുണ്ട്, കർത്താവ് വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വേറൊരു യോഗ്യതയുമില്ല. പഠിപ്പും പത്രാസും ബാക്കിയെല്ലാം പിന്നെ വന്നതായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് വിശ്വസ്തനെണ്ണിയ. അതിന് എത്ര പേർ നന്ദി പറയും? കരുണയാൽ ലഭിച്ച ശുശ്രൂഷ, കൃപയാൽ ലഭിച്ച ശുശ്രൂഷ. ഭർത്താവാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ആ ഭർത്താവിന്റെ അധികാരം ദുരുപയോഗം ചെയ്യരുത്. ഭാര്യ എന്ന നിലയിൽ നിങ്ങൾക്കൊരു കർത്തവ്യം, അധികാരമുണ്ട്, അത് ദുർവ്യയം ചെയ്യരുത്. ഒരു പാസ്റ്റർ എന്ന നിലയിൽ എനിക്കും അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർക്കും ദൈവം തന്നിരിക്കുന്ന ആത്മീയ അധികാരങ്ങളുണ്ട്, അത് ദുർവ്യയം ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ, ഞാൻ ഭയത്തോടെ വായിക്കുന്ന ചില വാക്യങ്ങളുണ്ട്, വായിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ വേഗത്തിൽ സമയം മുന്നോട്ട് പോകുന്നുവല്ലോ. ശൗലിനെ നോക്കിയാട്ട് ദൈവത്തിന്റെ അരുളപ്പാട് കേൾപ്പാൻ അല്പസമയം നിൽക്ക,
എന്ന് പറഞ്ഞ് ശമൂവേൽ പ്രവാചകൻ പിടിച്ചു നിർത്തി തൈലക്കൊമ്പിലി അഭിഷേകം തലയിലൊഴിച്ചിട്ട് അഭിഷേകത്താൽ നിറയപ്പെട്ട് പ്രവാചക ഗണത്തിലേക്ക് എണ്ണപ്പെട്ട കരുത്തുള്ള മനുഷ്യനായിരുന്നു. എല്ലാവരേക്കാൾ തോൾ മുതൽ പൊക്കം, ഹല്ലേലൂയ, സൗന്ദര്യമുള്ളവൻ. പക്ഷെ കുറെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിച്ചു, അധികാരം തലയ്ക്ക് പിടിച്ചിട്ട് എന്താ ചെയ്തത്? പിന്നെ പ്രവാചകനെ വേണ്ട, പിന്നെ ദൈവദാസന്മാരെ കണ്ടാൽ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു? ദൈവം അവനെ രാജസ്ഥാനത്തുനിന്ന് മാറ്റി. ഒരു കാലഘട്ടത്തിൽ തനിക്ക് തന്നെ ചെറുതായി തോന്നിയിരുന്ന ഒരു കാലം തനിക്കുണ്ടായിരുന്നെന്നാ ശമൂവേല് പറയുന്നത്. പക്ഷെ എന്നെ ഭയപ്പെടുത്തിയ ഒരു വാക്യം കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു. ഹല്ലേലൂയ, ദൈവം തന്ന ഈ അധികാരം അല്ലെങ്കിൽ ഞാൻ മര്യാദയ്ക്ക് കൊണ്ടു നടന്നില്ലെങ്കിൽ, ദൈവം തന്ന ശുശ്രൂഷ ഭയത്തോടെ നിർവഹിച്ചില്ലെങ്കിൽ എന്നെക്കുറിച്ചും ഇങ്ങനെ പുസ്തകത്തിൽ എഴുതുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒന്ന് വായിക്കുമോ ദേവദാസിമാരെ? 1 ദിനവൃത്താന്തം 10-ാം അധ്യായം അതിന്റെ 13-14 വാക്യം. ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായികയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. അവൻ യഹോവയോട് അരുളപ്പാട് ചോദിക്കായികയാൽ അവൻ അവനെ കൊന്ന്. ദൈവം അവനെ കൊന്നെന്ന് പേടിയാ. ഇത് പറയാൻ പേടിയാ എനിക്ക് ഇവിടെ നിന്നുകൊണ്ട്. ഹല്ലേലൂയ, ദൈവമേ, അങ്ങനെ ഏൽപ്പിച്ച ശുശ്രൂഷ, അങ്ങേ എന്നെ ഏൽപ്പിച്ച അധികാരം, അതൊരു സൺഡേ സ്കൂൾ ടീച്ചറായിട്ടോ ഒരു ഭർത്താവ് എന്ന നിലയിലോ ഏതെങ്കിലും ആയിക്കൊള്ളട്ടെ, അത് ഞാൻ ഭയത്തോടെ വിറയലോടെ ദൈവകൃപയ്ക്കൊത്തവണ്ണം ചെയ്തില്ലെങ്കിൽ എൻ്റെ പേര് വെട്ടിയെന്നല്ലേ അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം ഭയത്തോടെ ദൈവമക്കൾ കേൾക്കണം. അധികാരം ദൈവം തന്നാൽ അത് കുടുംബത്തിലാണേലും സഭയിലാണേലും അല്ലെങ്കിൽ ദേശത്താണേലും സമൂഹത്തിലാണെങ്കിലും ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ഭയത്തോടെ നിർവഹിക്കണം. അല്ലയോ രാജകീയ പുരോഹിത വർഗമേ, നിങ്ങൾക്ക് ശുശ്രൂഷ ദൈവം തന്നതാണെങ്കിൽ ഹൊഫിനെയും ഫീനഹാസിന്റെയും ചരിത്രം എന്നെ വീണ്ടും ഭയപ്പെടുത്തുന്നു. നമ്മൾ വായിക്കുന്ന 1 ശമൂവേലിന്റെ പുസ്തകം 2-3 അധ്യായങ്ങളിൽ പ്രവാചകന്മാരാ, പുരോഹിതന്മാരാ, നല്ല വേഷമുണ്ട്, അരക്കെട്ടുണ്ട്, ഹല്ലേലൂയ, തലപ്പാവുണ്ട്, എന്ത് തിളക്കമുള്ള മാർപ്പതക്കമുണ്ട്, അല്ല ഗോമേതക കല്ലൊക്കെയുണ്ട്. ഒരു കുഴപ്പവും. എൻ്റെ ഭാഷയെ പറഞ്ഞ ഭാഷ ഷിബു തോമസ് ഇവിടെ നിൽക്കുന്നു, വെള്ള ഷർട്ട്, മുഖമൊക്കെ ക്ലീൻ ഷേവാ, പക്ഷേ കയ്യിലിരിപ്പോ പ്രൈസ് ദി ലോർഡ്. 1 ശമൂവേൽ 2-3 അധ്യായങ്ങൾ. ഹൊഫിനെയും ഫീനഹാസും നീചന്മാരായിരുന്നു, യഹോവയെ ഓർക്കാത്തവർ. ശുശ്രൂഷയുള്ളവരാ, യഹോവയെ ഓർക്കാത്തവർ. ആലയത്തിൽ വഴിപാട് കൊണ്ടുവരുന്ന പാവപ്പെട്ടവന്റെ വഴിപാട് മുപ്പല്ലി കൊണ്ട് കുത്തിയെടുത്ത് സ്വന്തം മാംസം തടിച്ചു വീർപ്പിക്കുന്നവർ. ഒരുതരം ഗുണ്ടായിസം എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും. അതെ, ദൈവസഭയ്ക്കകത്ത് ഇത് പാടില്ല. ദൈവമക്കളെ തന്ന അധികാരം എന്ന് പറയുന്നത് അഭിഷേകത്തോടെ കൈകാര്യം ചെയ്യണം. എന്തു സംഭവിച്ചു? ഇസ്രായേലിന്റെ മഹത്വം പോകത്തക്കവണ്ണം തപ്പുണ്ട്, പാട്ടുണ്ട്, ആർപ്പുണ്ട്, പെട്ടകത്തിന് മുമ്പിൽ തുള്ളലുണ്ട്. പക്ഷേ ഹല്ലേലൂയ, മരണം ഒന്നിനു പുറകെ ഒന്നായി ആ പാളയത്തിലേക്ക് കടന്നു വന്നത് ശുശ്രൂഷ ദുർവ്യയം ചെയ്തുകൊണ്ടാണ്. ഭയത്തോടെ കേൾക്കുന്നു. നാം വായിക്കുന്ന കർത്തൃമേശയുടെ വചനം അതല്ലേ? നാം ബലഹീനരാകാം, രോഗികളാകാം, മരണം വരെ സംഭവിക്കാം. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഭയത്തോടെ അവസാന ശ്വാസത്തോളം ചെയ്യുമെന്ന് എല്ലാ ദൈവമക്കളും ഇന്ന് രാത്രി തീരുമാനമെടുക്കണം. 2025 നാം ഈ മണ്ണിൽ ആഗ്രഹിച്ചതൊന്നും നേടിയില്ലെങ്കിലും ഈ മണ്ണിൽ കെട്ടിപ്പൊക്കുന്ന മഹത്വവും ഇവിടെ കാണുന്ന ഉയർച്ച ഒന്നുമല്ല അനുഗ്രഹം. അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ മുഖത്ത് നോക്കി, എൻ്റെ മകനെ, എൻ്റെ മകളെ, നീ എൻ്റെ വചനം കാത്തുവെന്ന് സ്വർഗം തരുന്ന സർട്ടിഫിക്കറ്റാ ഏറ്റവും വലിയ അനുഗ്രഹം. ഇന്നും കൃപയിൽ നിൽക്കുന്നുവെന്നതിന് തെളിവല്ലേ ഇത്രയും പേർ ഒരുമിച്ചിരുന്നു കൊണ്ട് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നത്? ദൈവദാസന്മാരെ അഭിമാനത്തോടെ പറഞ്ഞാട്ടെ, വിളിച്ചവൻ വിശ്വസ്തൻ, അവനൊപ്പം നിൽപ്പാൻ പ്രാപ്തി തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ റോയൽറ്റി ആണെങ്കിൽ, നിങ്ങളൊരു രാജകീയ വംശമാണെങ്കിൽ നിങ്ങൾക്കൊരു ജീവിത ശൈലിയുണ്ട്. അതൊരു റോയൽ ലൈഫാണ്, രാജകീയ ജീവിതം. ലോകം പറയും ഹല്ലേലൂയ, വീടിൻ്റെ വലിപ്പം, വാഹനത്തിൻ്റെ വില, വസ്ത്രത്തിൻ്റെ നിറം, കൂടെയുള്ള ആളുകളുടെ എണ്ണം, നമ്മുടെ മഹത്വമൊക്കെ നോക്കി പറയും അവനൊരു റോയൽ ലൈഫ്, രാജകീയ ജീവിതമാണ്. പക്ഷേ വചനം പറയുന്ന റോയൽ ലൈഫ് 1 പത്രോസിൻ്റെ ഹല്ലേലൂയ ലേഖനത്തിൽ തന്നെ 3 വാക്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കും. 1-ാം വാക്യം, നിങ്ങൾക്കൊരു റോയൽ ലൈഫ് ഉണ്ടെങ്കിൽ, റോയൽറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റോയൽ ലൈഫ്, ഒരു രാജകീയ ജീവിതം, അത് നിങ്ങളെ വിളിച്ച രാജാതി രാജാവിൻ്റെ മക്കൾ എന്ന നിലയിൽ നിങ്ങൾ ജീവിക്കണം. 1 പത്രോസ് ഹല്ലേലൂയ 1-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കണം. ഹല്ലേലൂയ. പ്രസംഗ സമയത്ത് മാത്രമല്ലെന്ന്, 24 മണിക്കൂറും ദിവസത്തിൽ വിശുദ്ധി, ആരാധന വെളിപ്പെടുത്തണം. വിശുദ്ധി ആരാധന, ജീവിതം വിശുദ്ധമായിരിക്കണം. വിളിച്ച വിശുദ്ധന്റെ ആ സ്റ്റാൻഡേർഡ്.
നിങ്ങളുടെ പാസ്റ്ററുടെ അല്ല, അതല്ല നിങ്ങൾ ആരെങ്കിലും ഒരാളെ മാതൃകയാക്കൽ അവരുടെ അല്ല. നമ്മെ വിളിച്ച ഒരുത്തനുണ്ട്, ഒരു ഊനമില്ലാത്ത ഒരു കർത്താവ്. ആ കർത്താവിനെ മാതൃകയാക്കി ഈ മണ്ണിൽ വിശുദ്ധിയോടെ ജീവിക്കണം. അതാ ഹോളിനെസ് എന്ന് പറയുന്നത്. നിങ്ങളെ വിളിച്ച വിശുദ്ധൻ. കൈ ഉയർത്തിയാൽ ആ കരം വിശുദ്ധമായിരിക്കണം. കണ്ണുകൊണ്ട് നോക്കിയാൽ കാഴ്ചപ്പാട് വിശുദ്ധമായിരിക്കണം. ആദരം തുറന്നാൽ വിശുദ്ധിയുടെ വാക്കേ പുറത്തു വരാവൂ. എപ്പോഴും പ്രാർത്ഥിച്ചോണം, ഹൃദയത്തിൽ ശുദ്ധിയും ആദരത്തിന് ശക്തിയും തരണമേ എന്ന് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. 2 അതിന്റെ ഹല്ലേലൂയ 1 പത്രോസ് 2:1 മുതലുള്ള വാക്യങ്ങൾ, 1-2 വാക്യങ്ങൾ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ ദൈവവചനത്തിന് വേണ്ടി ഒരു ആകാംക്ഷയുള്ളവരാ രാജകീയ ജീവിത ശൈലി. നമ്മുടെ പ്രമാണം ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ദൈവദാസൻ ഓർപ്പിച്ചു. ദൈവസഭയുടെ പ്രമാണം എന്ന് പറയുന്നത് 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകമാണ്. ഇതിനോട് കൂട്ടാനോ കുറയ്ക്കാനോ നമുക്ക് അവകാശമില്ല. ദൈവവചനത്തെ മുഖമുദ്രയായി എടുത്തത് കൊണ്ടാണ് ഒരു പ്രസ്ഥാനം 100 വർഷം നിലകൊണ്ടത്, അല്ലാതെ വേറൊന്നുമല്ല. ഇല്ല, ഇനിയും കർത്താവിന്റെ വരവ് താമസമാണെങ്കിൽ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കേണ്ടതും ദൈവവചനം തന്നെയായിരിക്കണം. കുറഞ്ഞ് നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കുവാൻ ഇന്ന് രാത്രി ദൈവമക്കൾ തയ്യാറാകണം. വചനത്തോട് കൂട്ടാനോ വചനത്തിൽ നിന്ന് മാറ്റാനോ ഞങ്ങൾ തയ്യാറല്ല. അതാ ഞങ്ങളുടെ ജീവിതശൈലി, ദൈവവചനത്തിൽ ചിട്ടപ്പെടുത്തിയ ജീവിതശൈലി. അതിനെന്ത് ചെയ്യണം? വിശുദ്ധന്മാരെ, രാജകീയ പുരോഹിതന്മാരെ, നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഉണ്ട്, നിങ്ങൾക്കൊരു ജീവിത ശൈലിയുണ്ട്. ഇവിടെ ചതിവ് പാടില്ല, ഇവിടെ വഞ്ചന പാടില്ല, ഇവിടെ നുണ പാടില്ല, ഇവിടെ ദോഷം പാടില്ല. പകരം വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചിട്ട് വചനം എന്തു പറയുന്നു? വചനം മാത്രം. ചിന്തിക്കുന്നത് വചനം, ഹൃദയത്തിൽ വചനം, കണ്ണിൽ വചനം, കയ്യിൽ വചനം, നടക്കുമ്പോൾ വചനം. വചനം വിട്ടൊരു കളിയില്ല എന്ന് പറയുന്ന രാജകീയ പുരോഹിത വർഗത്തിനായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. കൈ വേദപുസ്തകം ഉണ്ടെങ്കിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചോണ്ട് ഒരു വാക്ക് പറഞ്ഞാട്ട്, ഇതാ ഞങ്ങളുടെ ജീവിത ശൈലി. ഹല്ലേലൂയ, ഇതാ ഞങ്ങളുടെ ജീവിതശൈലി. ഞങ്ങളെ നിർമ്മിച്ചവന്റെ അതിരത്തിൽ നിന്ന് പുറപ്പെട്ട ജീവന്റെ വചനം എഴുതപ്പെട്ട ലിഖിതമായി ഞങ്ങളുടെ കയ്യിൽ തന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ സഭയ്ക്കകത്ത് വചനവിരുദ്ധമായതൊന്നും അകത്ത് കയറുവാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അതിനെന്തു വേലി കെട്ടിയും ദൈവസഭയെ വിശുദ്ധിയിൽ ഞങ്ങൾ സംരക്ഷിക്കും. ഹല്ലേലൂയ. വചനത്തിന് വേലി കെട്ടണം, വചനത്തിന് വേലി കെട്ടണം. ഹല്ലേലൂയ. അതെ, ദൈവമക്കൾക്ക് വചനത്തോടൊരാർത്തി ഉണ്ടാകണം. മൂന്നാമത് നമ്മുടെ ജീവിതശൈലി എന്താണ്? ഹല്ലേലൂയ. 2 പത്രോസ് 2:15 വാക്യം. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവമക്കളെ വലിയ തിരിച്ചറിവാ. അതിന്റെ 21-24 വരെയുള്ള വാക്യം കൂടെ ഞാൻ ചേർത്ത് പറഞ്ഞോളാം, വായിക്കണ്ട. ബുദ്ധിയില്ലാത്ത മനുഷ്യർ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്താൽ അതിനെ മൗനമാക്കേണ്ടത് നാം ബുദ്ധികേട് കാണിച്ചല്ലെന്ന്. നിങ്ങളൊരു രാജകീയ പുരോഹിത വർഗമാ. ഇരിക്കുന്ന കസേരയുടെ മഹത്വം അറിയണം. എവിടെ ഇരുത്തിയിരിക്കുന്നത്? സ്വർഗസ്ഥലങ്ങളിൽ. ഹല്ലേലൂയ. രാജാവിന് തത്തുല്യമായ കസേര തന്ന്, ഇരിപ്പിടം തന്ന് സ്വർഗസ്ഥലങ്ങളിൽ നിങ്ങളെ ഇരുത്തിയിട്ട്, ആത്മീകമായി നിങ്ങളെ ഇരുത്തിയിട്ട്, നിങ്ങൾക്ക് ആത്മീക അഭിഷേകം തന്ന്, അധികാരം തന്ന്, യേശുവിൻ്റെ നാമമെന്ന ഹല്ലേലൂയ ചെങ്കോൽ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. നിങ്ങൾ ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വത്തെ മൗനമാക്കേണ്ടത് നന്മ ചെയ്തുകൊണ്ടാണ്. ഹല്ലേലൂയ. അതിനെനിക്ക് തെളിവാരാ? എൻ്റെ രാജാതി രാജാവ്. അതിനാരാ എനിക്ക് മാതൃക? കർത്താതി കർത്താവ്. തുടർന്നുള്ള വാക്യങ്ങൾ കർത്തൃമേശയുടെ സമയത്ത് മാത്രമല്ല, രാവിലെ എഴുന്നേറ്റാൽ ഒന്നുകൂടെ വായിച്ചാൽ നല്ലതാ. ഹല്ലേലൂയ. അവൻ നമുക്ക് മാതൃകയാ വെച്ചു പോയിരിക്കുന്നു. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരമേൽപ്പിച്ച ഊനമില്ലാത്ത ദൈവകുഞ്ഞാട്, രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ മൗനമായിരുന്ന ദൈവകുഞ്ഞാടാ നമ്മുടെ മാതൃക. ഇന്ന് രാത്രികാലം വിശുദ്ധ പുരോഹിത വർഗമേ, രാജകീയ പുരോഹിത വർഗമേ, നാം ഇന്ന് രാത്രികാലം ആ മാതൃക പിൻപറ്റുവാൻ ഒരു കാൽ ചുവട് വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിക്കുറഞ്ഞ് നമുക്ക് വേണ്ട. അതാ നാം കേട്ട ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. സഹിഷ്ണുതയും ക്ഷമയും ചേരുമ്പോഴാ നമുക്ക് വിനയം ഉണ്ടാകുന്നത്. 2025 വലിയ നേട്ടങ്ങളൊന്നും കൊയ്യാൻ പറ്റിയില്ലെങ്കിലും പ്രൈസ് ദി ലോർഡ്, ഈ വിശുദ്ധിയുടെ പ്രമാണത്തിനും ഈ വചനത്തോട് ഒറ്റിച്ചേർന്ന് നിൽക്കാനും താഴ്മ നരിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ശത്രുവിൻ്റെ മുമ്പാകെ ജയമെടുക്കുവാനും എത്ര പേർ ഈ പന്തലിൽ തീരുമാനമെടുക്കും?
ഈ കൺവെൻഷനെ കൊണ്ട് ഒരു സമർപ്പണം അങ്ങനെ ഉണ്ടാകട്ടെ. എൻ്റെ ഒരു രോഗം മാറിയില്ലെങ്കിലും, എൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും, തമ്പുരാൻ വിശ്വസ്തനെ എന്നൊരു വിളിക്കുമ്പോൾ ആ ഗണത്തിൽ ഞാനും ഉണ്ടാകും എന്ന് പറയുമ്പോൾ, പേർ വിളിക്കും നേരം കാണും എൻ്റെ പേരും എന്ന് ധൈര്യത്തോടെ പറയുവാൻ, നെഞ്ചത്ത് കൈവച്ച് പറയുവാൻ ഭാഗ്യം ലഭിച്ചാൽ നാം ധന്യരായി മാറി. എൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരാൻ പോകുകയാണ്. ഒന്ന്, നാം ആരായിരുന്നു? ഇരുട്ടിലായിരുന്നു. ഇന്ന് നമ്മൾ ആരാണ്? ഹല്ലേലൂയ, നാം വെളിച്ചത്തിൽ നടക്കുന്ന രാജകീയ പുരോഹിത വർഗമാണ്. നമുക്ക് ഒരു ജീവിത ശൈലിയുണ്ട്. മൂന്നാമത്തെ ചിന്ത ഇതാണ്. അവിടെ പറഞ്ഞിരിക്കുന്നു, എന്തിനാ നിങ്ങളെ വിളിച്ചത്? നിങ്ങളെ ഇരുട്ടിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ രാജകീയ പുരോഹിത വർഗമായി അവകാശവും അധികാരവും ആത്മീയ നന്മകളും തന്ന് ദൈവം എന്തിനാ നിർത്തിയിരിക്കുന്നത്? ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എന്താ അതിൻ്റെ ലക്ഷ്യം? ഹല്ലേലൂയ, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം. ഹല്ലേലൂയ. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘം പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കുന്നു. ആ സമയത്ത് തീരുന്നതാണോ? നമുക്ക് പറയാനും പുകഴാനുമുള്ളത് നമ്മുടെ രാജാവിനെ കുറിച്ചാണ്. രാജകീയ സന്തതികളാണോ? നമുക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ. വന്ദനം പറഞ്ഞും ഹല്ലേലൂയ, നന്ദി പറഞ്ഞും സ്വാഗതം പറഞ്ഞും സമയം കളയാതെ ലഭിക്കുന്ന സമയം മുഴുവൻ രാജാവിന് സ്തുതി, രാജാവിന് സ്തോത്രം, രാജാവിന് മഹത്വം. 2025 ദൈവസഭയുടെ ആരാധന ശൈലി മാറണം. ഹല്ലേലൂയ. കാര്യം കിട്ടുമ്പോൾ കൈയടിക്കുന്ന മാത്രമല്ല, ഹല്ലേലൂയ, എന്തെല്ലാം വന്നാലും ഞങ്ങൾ സന്തോഷമായി കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്യും. രോഗം എന്നെ പിടിച്ചാലും, എൻ്റെ ദേഹം ക്ഷയിച്ചാലും, ദേഹി ദുഃഖത്താൽ തകർന്നാലും, എല്ലാം പ്രതികൂലമായാലും ഇനി ഒരു പിന്നോട്ട് യാത്രയില്ല. മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് മുന്നോട്ട് എന്ന അഭിമാനത്തോടെ പറയുന്ന എത്ര അഭിഷിക്തന്മാർ ഇവിടെ ഉണ്ട്. 73-ാം സങ്കീർത്തനം ആവേശത്തോടെ വായിക്കാം. അല്ല, ഇങ്ങനെ അവിടെ വായിക്കുന്നത്, ആസാഫ് എന്ന മനോഹര ഗായകൻ സംഗീതജ്ഞനാണ്, ദാവീദിന്റെ ഗായക സംഘത്തിലെ പ്രധാനിയാണ്, ചീഫ് മ്യൂസിഷ്യനാണ്, പാട്ട് എഴുതും, പാട്ട് പാടും, പല സംഗീത ഇൻസ്ട്രുമെന്റ് വായിക്കും. പക്ഷെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഭയങ്കര വിഷമം. ജനൽ തുറന്നു നോക്കിയപ്പോൾ അടുത്തവൻ 3 നില കെട്ടിടം പണിയുന്നു. ഉള്ള ആത്മാവ് മുഴുവൻ അങ്ങ് പോയി. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളുടെ അസൂയ തോന്നി. അവർക്ക് ദേഹത്തിൽ ഒരു കുറവുമില്ല. ഞാനോ കുറ്റമില്ലായ്മയെ കൈകെ കഴുകി. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന തുടങ്ങിയിട്ടില്ല, ഞായറാഴ്ച സഭായോഗത്തിന് പോകാതിരുന്നിട്ടില്ല, സ്തോത്രം എത്ര പറഞ്ഞു കഴിഞ്ഞു. ഹല്ലേലൂയ. കിട്ടാവുന്ന മുഴുവൻ വാരി ദൈവവേലയ്ക്ക് കൊടുത്തു. പക്ഷെ ഇപ്പോഴും എൻ്റെ ജീവിതമോ ഹല്ലേലൂയ ഇടവിടാതെ ബാധിക്കപ്പെടുന്നു, കഷ്ടത്തിലായിരിക്കുന്നു, വേദനയിലായിരിക്കുന്നു. ആഗ്രഹിച്ച കാര്യമൊന്നും നടന്നില്ല, കുഞ്ഞുങ്ങളുടെ വിവാഹം സമയത്ത് നടക്കുന്നില്ല, വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല, ശുശ്രൂഷയിലൊരു വർധനവ് കാണുന്നില്ല, മനസ്സ് മുരടിച്ച് ഹല്ലേലൂയ പാട്ടും പ്രാർത്ഥനയും വേണ്ട എന്ന് പുസ്തകം മടക്കി വെച്ചിട്ട് ആലയത്തിന്റെ പുറകിൽ പോയിരിക്കുമ്പോൾ ഇന്ന് രാത്രി ആവേശത്തോടെ പറയുന്നു, 73-ാം സങ്കീർത്തനം 23 വാക്യങ്ങൾ. വേദനപ്പെട്ട ആ മനസ്സ്, മുറിഞ്ഞ മനസ്സ്, തകർന്ന ഹൃദയം, ഒരു വിശുദ്ധന്റെ ഹൃദയം വേദനിച്ചാൽ, ഒരു ഭക്തന്റെ ഹൃദയം വേദനിച്ചാൽ സ്വർഗം മൗനമായിരിക്കത്തില്ല. ഇന്ന് രാത്രി അത് ഓർത്തോടെ മലലിയ. ആരുടെയെങ്കിലും അകത്ത വിലാപത്തെ ആരും കാണാതെ കരയുന്നെങ്കിൽ ആ വിലാപത്തെ സ്വർഗം കാണുന്നുണ്ട്. ഹൃദയത്തിലെ ദീർഘനിശ്വാസങ്ങളെ ദൂരത്തുനിന്ന് കാണുന്ന ഒരു ദൈവം ഈ പന്തലിൽ ഉടമാടുന്നുണ്ട്. ഓരോ കസേരയുടെ അടുക്കിലേക്കും നടന്നു വന്ന് പറയുന്ന, കുഞ്ഞെ, ആരും കാണാത്ത നിന്റെ വേദന ഞാൻ കാണുന്നു, ആരും കാണാത്ത നിന്റെ മുറിവ് ഇന്ന് രാത്രി ഞാൻ കാണുന്നു, ആരും കേൾക്കാത്ത നിന്റെ പ്രാർത്ഥന എൻ്റെ 2 ചെവിയും തുറന്ന് ഞാൻ കേൾക്കുന്നു. ആരും നിനക്ക് വേണ്ടി കൈയടിച്ചില്ല, ആരും നിനക്ക് വേണ്ടി പാട്ടുപാടിയില്ല, ആരും നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തില്ല. പക്ഷെ നിന്റെ പേരെഴുതി വെച്ച ഒരു ഓർമ്മയുടെ പുസ്തകവുമായി ഇന്ന് രാത്രികാലം ഈ പന്തലിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം ഞാൻ ആത്മാവിൽ കാണുന്നു. ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ എത്ര പേർ ആത്മാവിൽ സ്തോത്രം ചെയ്യും? സഹോദര, നിന്റെ അടുത്തിരിക്കുന്ന സഹോദരി അല്ല, സഹോദര സഹോദരി, നിന്റെ അടുത്തിരിക്കുന്നത് ആ വ്യക്തിയല്ല. യേശു നിന്റെ അരികിൽ, യേശു നിന്റെ അരികിൽ, നിന്റെ തൊട്ടടുത്ത കസേരയിൽ നിന്റെ കരം പിടിച്ചുകൊണ്ട് ഒരുവൻ ഇരിക്കുന്നു. അവിടുത്തെ പേര് യേശു. ഉരാബാല. കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിക്കാമല്ലോ. തലകുനിച്ചിരിക്കുന്ന, ഹൃദയം മുറിഞ്ഞ, വേദനപ്പെട്ടവൻ പറയുന്നു, നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. അയ്യോ കർത്താവേ, അല്ലല്ലോ, എന്നെ ഒന്ന് കൈത്താങ്ങൽ തരാൻ ആരുമില്ലല്ലോ, എന്നെ ഓർക്കാൻ ആരുമില്ലല്ലോ, പക്ഷെ ആരോ എൻ്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് ആ ചൂടറിയാ? നിന്റെ വലങ്കയിൽ ആരോ പിടിച്ചിരിക്കുന്നു. മാതാവേ, പിതാവേ, കുഞ്ഞേ, ദൈവദാസ, ഒറ്റപ്പെട്ടു പോയ, ഒറ്റിക്കൊടുക്കപ്പെട്ട നിന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ആ കരം മറ്റാരുടെയുമല്ല, അത് നിന്റെ ഉടയവന്റെ കരമാ. ആ ഭുജം, വല്ലഭന്റെ ഭുജം ഇന്ന് രാത്രി ആരുടെയൊക്കെ തോളിൽ, ആരുടെയൊക്കെ കരത്തിൽ മുറുകെ പിടിക്കുന്നു. അതിന്റെ ചൂടറിയുന്നവർ, അതിന്റെ ചൂടറിയുന്നവർ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കാം. ആ ചൂടറിയുന്നവർ
നിന്റെ വലങ്കരം പിടിച്ചവൻ. ഹല്ലേലൂയ. നിന്റെ ഈ ആലോചനയാൽ നീ എന്നെ നടത്തും. ഞാൻ വിചാരിച്ചു 2024 കൊണ്ട് തീർന്നെന്ന്. 2025 17-ാം തീയതി ആത്മാവിൽ ദൂത് പറയുന്നു, കർത്താവിന്റെ വരവ് താമസമെങ്കിൽ നിന്റെ ആയുസ് മുഴുവൻ നിനക്ക് തരുന്ന ആലോചനകളുമായി ദൈവം നിന്റെ കൂടെയുണ്ട്. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ ചേർത്ത് കൊള്ളും. പക്ഷെ സത്യ ആരാധന എന്താണെന്ന് അടുത്ത വാക്യമാണ്. അക്യൂട്ട് ഡെഫിനിഷൻ ഓഫ് വാട്ട് ഈസ് ദ ട്രൂ വർഷിപ്പ്. എന്താണ് സത്യ ആരാധനയുടെ നിർവചനം? ഞാൻ എൻ്റെ ഒരു പ്രസംഗകന്റെ ഭാഷയിലും കാഴ്ചയിലും കാണുകയാണ്. ആലയത്തിന്റെ പുറകിലിരിക്കുന്ന ആസാഫ് ചാടി എഴുന്നേറ്റു, ഒരു പേപ്പറും പെൻസിലും കയ്യിലെടുത്തു. താൻ ഒരു പുതിയ പാട്ടെഴുതി. സിയോൻ ഗോയിതാവലി കാണാത്ത, ഈ ചരിത്രം കാണാത്ത, ലോകം കാണാത്ത ഒരു പാട്ട് താൻ എഴുതി. ആ പാട്ടിന്റെ പേരാ 73-ാം സങ്കീർത്തനം, അതിന്റെ 25-ാം വാക്യം, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ. 2, ഇന്ന് തൊട്ട് ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. 2025 ഈ കൺവെൻഷന്റെ ആത്യന്തിക ലക്ഷ്യം ദൈവമക്കളുടെ ശ്രദ്ധ ദൈവത്തിലേക്ക് മടങ്ങട്ടെ. ഈ ഭൂമിയിലും അതരം തുറന്ന് എത്ര പേര് വിളിച്ചു പറയും? ഭൂമിയിലും ഭൂമിയിലും. ഒന്ന് ഉറക്കെ പറയാൻ പറ്റുമോ? ആത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വരികയാ. മഞ്ഞ് പെയ്യുന്ന പോലെ, മഴ പെയ്യുന്ന പോലെ, നിങ്ങളുടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ. ഇതാ ഒരു അസാധാരണ ശക്തി. കാരണം നിങ്ങളുടെ അതരം കൊണ്ട് നിങ്ങൾ പറയുന്നു, എൻ്റെ ആഗ്രഹം മാറി, എൻ്റെ സ്വപ്നം മാറി, എൻ്റെ താല്പര്യം മാറി. ഈ ഭൂമിയിലും നിന്നെ അല്ലാതെ, ഉറക്കെ പറയാമോ? ഈ ഭൂമിയിലും നിന്നെ അല്ലാതെ, ഈ ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് രാത്രി എന്നെ വിളിച്ചതിൻ്റെ ഉദ്ദേശം, എന്നെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം, എന്നെ ദൈവമല്ല ഇരുട്ട് മാറ്റി വെളിച്ചത്തിൽ കൊണ്ട ഉദ്ദേശം അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം. എൻ്റെ ആരാധന ഇന്ന് വരെ പാടാത്ത പാട്ട് ഞാൻ പാടും, ഇന്ന് വരെ പ്രസംഗിക്കാത്ത ദൂത് ഞാൻ പറയും, ഇന്ന് വരാത്ത നൃത്തം ചെയ്യാത്ത പോലെ ഞാൻ നൃത്തം ചെയ്യും. 8:30 തീരാൻ നോക്കിയിരിക്കത്തില്ല, സഭായോഗം 12:30 അവസാനിക്കാൻ നോക്കിയിരിക്കത്തില്ല. ഹല്ലേലൂയ. മീറ്റിങ്ങിന്റെ സമയപരിധി മാറ്റിവെച്ചിട്ട് 2025 ദൈവസഭ ദൈവത്തെ ആഗ്രഹിക്കുന്ന വർഷമായി മാറട്ടെ. മനസ്സ് മടുത്തു പോകാതെ, മതിമറന്ന്, ഹല്ലേലൂയ, കാരാഗ്രഹത്തിലെ കൈത്താളം പോലെ, അല്ല കാലാമത്തിലാണെങ്കിലും കൈ ചങ്ങലയിലാണെങ്കിലും ചങ്ങല താളമാക്കി ആമത്തെ തമ്പേറാക്കി ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കൂട്ടം ഭക്തന്മാരെ ദൈവം സ്വപ്നം കാണുന്നു. ദൈവത്തിന്റെ സ്വപ്നത്തിലെ തലമുറയായി ജീവിക്കുവാൻ എത്ര പേർ ഇന്ന് രാത്രി തയ്യാറാകും? ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും കരം നെഞ്ചിലേക്ക് വെച്ചു, അടുത്തിരിക്കുന്ന ആളിന്റെ തോളിലേക്ക് കൈവച്ചും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. I request everyone, hallelujah, if you can place your right hand upon those who are sitting on, hallelujah, hallelujah, nearby you, upon their shoulder. ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുക. കർത്താവേ, ഈ ദാസന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ മകന്റെ സ്വപ്നം സ്വർഗത്തിന്റെ സ്വപ്നമായി മാറട്ടെ. നിന്റെ മകന്റെ വേദന സ്വർഗം ഏറ്റെടുത്തിരിക്കുക. സ്തോത്രം. കാരണം ഇതാരാ പ്രാർത്ഥിക്കുന്നത്? അധികാരമുള്ള ഒരു സമൂഹം, ശുശ്രൂഷയുള്ള രാജകീയ പുരോഹിതവർഗം, ഈ പന്തലിരിക്കുന്ന സകലരെയും സ്വർഗം നിറച്ചിരിക്കുന്ന ആത്മനിറവിനാൽ നിങ്ങളുടെ കരുത്ത് വെച്ചുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ വേദന മറന്ന്, നിങ്ങളുടെ ശൂലം മറന്ന്, നിങ്ങളുടെ നിന്ന മറന്ന്, ദൈവദാസ നീ പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗി സൗഖ്യമാകുന്നു. ദൈവദാസി നീ പ്രാർത്ഥിക്കുമ്പോൾ നഷ്ടപ്പെട്ട കൃപാവരം മടങ്ങി വരുന്നു. ദൈവദാസ നീ സ്തോത്രം പറയുമ്പോൾ അവന്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന ആത്മാവിന്റെ അഗ്നി ഇന്ന് രാത്രി ആളിക്കത്തുന്നു. ഞാൻ രാജകീയ പുരോഹിത വർഗമാ. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അവസാന ശ്വാസത്തോളം ഞാൻ നിറവടിയായി നിർത്തിക്കും. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ.